ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മളുടെ FC മൊബൈൽ ഗ്ലോറിയസ് എറ എന്ന് പറഞ്ഞ ഇവൻ്റെ ഫസ്റ്റ് വീക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ മാക്സ് റൈറ്റ് വരുന്നത് 115 OVR ഒരു പ്ലെയറിൻ്റെ. അപ്പോൾ ആ ഇവൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാനാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മളുടെ പുതിയ ഇവൻ്റ് വന്നത് ഗ്ലോറിയസ് എറ എന്ന് പറഞ്ഞൊരു ഇവൻ്റാണ്. മാക്സ് 115 OVR. അപ്പം ഈ ഇവൻ്റ് നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഈ 4 ചാപ്റ്റേഴ്സ് അപ്പോൾ നിലവിലുള്ളത്. മെയിൻ ചാപ്റ്ററിൽ ലിവർപൂളിൻ്റെ ചാപ്റ്റർ, റിവാർഡ്സ്, ഗാലറി, ഇങ്ങനെ 4 ഇതുള്ളത്. ഇത് ഈ ഇവൻ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് 4 ടീമുകളിൽ നിന്നാണ് ഓരോ വീക്കിൽ ഉണ്ടാക്കുക. ഫസ്റ്റ് വീക്കായി വരുന്നത് ലിവർപൂളിൻ്റെ ഇതാണ്. ലിവർപൂളിൻ്റെ പ്ലേയേഴ്സിൻ്റെ കാർഡ്സ്, ഐക്കോണിക് കാർഡ്സ്, ഹീറോയിസ് കാർഡ്സ് ഒക്കെയാണ്. ലിവർപൂളിൻ്റെ ഐക്കോണിക് കാർഡ്സ്, ഹീറോയിസ് കാർഡ്സ് ഒക്കെയാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ വീക്കായി വരുന്നത് റയൽ മാഡ്രിഡിൻ്റെ ആണ് അടുത്ത വീക്ക്. അതിൽ റയൽ മാഡ്രിഡിൻ്റെ പ്ലേയേഴ്സും ആയിരിക്കും വരിക. പിന്നെ മൂന്നാമത്തെ വീക്കായി വരുന്നത് FC ബയേൺ മ്യൂണിക്കിൻ്റെ ആണ്. അപ്പോൾ അതിനും അതേപോലെ അതിൻ്റെ മെയിൻ പ്ലേയേഴ്സായിട്ട് വരിക നാലാമത്തെ യുവൻ്റസാണ് നാലാമത്തെ വീക്ക്. ഇതാണ് ഇതിലെ മെയിൻ എല്ലാ വീക്കിലും വരുന്ന പ്ലേയേഴ്സിൻ്റെത്. ഒന്നാമത്തെ ഈ വീക്ക് ലിവർപൂൾ, അടുത്തത് റയൽ മാഡ്രിഡ് ചാപ്റ്റർ, പിന്നത്തെ ബയേൺ മ്യൂണിക്കിൻ്റെ ചാപ്റ്റർ, പിന്നത്തെ ജുവൻ്റസിൻ്റെ ചാപ്റ്റർ. അപ്പോൾ ഇപ്പോൾ ലിവർപൂളിൻ്റെ ചാപ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലിവർപൂളിൻ്റെ ചാപ്റ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾക്കിവിടെ ഒരു മാച്ച് കളിക്കാനുണ്ടാകും. നിങ്ങൾക്ക് ആദ്യം ഇവിടെ ഒരു മാച്ച് കളിക്കാനുണ്ടാവുക. ഇവിടെ നിങ്ങൾ ഈ മാച്ച് നമ്മളോട് ഫുള്ളാക്കുക. പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് വേറൊരു മാച്ച് ഇനിയും കളിക്കാനുണ്ടാവും. അത് നിങ്ങളോട് ഫുള്ളാക്കുക. അതിന് ശേഷം മൂന്നാമത്തെ മാച്ച് കളിക്കാനുണ്ടാവും. ഇത് 2 ദിവസം കണ്ടിട്ട് ഇത് മൂന്നാം മാച്ച് അൺലോക്കാവേണ്ടത് നാളെയാണ്. അപ്പോൾ അത് ഇങ്ങനെ ഈ 3 മാച്ച് ഇതിൽ വരുന്നുണ്ട്. ഈ 3 മാച്ച് ഇതിൽ കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗറാഡിൻ്റെ ഇത് കിട്ടും. ഗറാഡിൻ്റെ ഈ ഫോട്ടോ കിട്ടും നിങ്ങൾക്ക്. ഈ 3 മാച്ച് കളിച്ച് കഴിഞ്ഞാൽ ഇത് മൂന്നാമം കളിക്കണം എന്ന് നിർബന്ധമില്ല. ഇത് മൂന്നെണ്ണം കളിച്ചാലും നിങ്ങൾക്ക് കിട്ടും ഈ ഗറാഡിൻ്റെ. ഈ 3 മാച്ച് കളിച്ചാൽ പ്രീമിയർ ലീഗിൽ 2007-2008 പ്രീമിയർ ലീഗ് വേഴ്സസ് മിഡിൽ സ്പോർട്ടിൻ്റെ കളിയുണ്ട്. ഡേർബി കണ്ടിന്യൂറ്റിൻ്റെ മാഞ്ചസ്റ്റർ സിറ്റി നെറ്റുണ്ട്. ഇതൊക്കെയാണ് കളി വരുന്നത്. അപ്പം ഇത് മൊത്തം കളിച്ചാൽ ഈ ഗറാഡിൻ്റെ ഇത് കിട്ടും. പിന്നെ നമ്മൾ റിവാർഡ്സിൻ്റെ ഇത് പോയാൽ നിങ്ങൾക്ക് ഇത് കളിച്ചുമ്പം ഇത് ഓരോ കളി ജയിക്കുകയനുസരിച്ച് നിങ്ങൾക്ക് ഇതിന് ടോട്ടൽ 400 ടോക്കൺ കിട്ടും. 400 ടോക്കൺ ഇത് ഫസ്റ്റത്തിൽ കിട്ടാവുന്നത്. ഫസ്റ്റത്തിൽ നിങ്ങൾക്ക് 400 ടോക്കൺ കിട്ടും. രണ്ടാമത്തേതിൽ നിന്ന് നിങ്ങൾക്ക് 400 ടോക്കൺ കിട്ടും. ഇതേപോലെ മൂന്നാമത്തിൽ നിന്ന് നിങ്ങൾക്ക് 400 കിട്ടും. ഇതിൽ ഓരോ 300 ടോക്കൺ വെച്ചും ഇവിടെ ഇങ്ങനെ തുറക്കുക. ആദ്യം നിങ്ങൾക്ക് 150 റാങ്ക് പോയിൻ്റ് കിട്ടും. പിന്നെ 1000 300 ഇട്ട് തുടങ്ങാം. പിന്നെ 2 കോയിൻ, പിന്നെ 300 റാങ്ക് പോയിൻ്റ്, പിന്നെ 2000 ജെമ്മ്, പിന്നെ ഒരു 110 ആയിട്ടുള്ള ഒരു കാർഡും, പിന്നെ ജേഴ്സിയും, പിന്നെ ഷാർട്സിൻ്റെ അപ്പം ഇതൊക്കെയാണ് ഈ റിവാർഡ്സ് ചാപ്റ്ററിൽ വരുന്നത്. നമ്മൾ ഗാലറി വന്ന് പ്ലേയേഴ്സുകൾ നോക്കിയാൽ 115 റീസ് വന്നിരുന്നു. 115 സാവിയാൻസ് വന്നിട്ടുണ്ട്. 115 സിബി കരാഗർ, 20 CM ജെറാഡ്, 114 ഗോൾ കീപ്പർ ഡൂഡക്കാണ് ഇപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ഗോൾ കീപ്പർ പുതിയ 114 വന്നത്. 114 CM ക്വിറ്റ്, 114 CDM മഷറാണ്, 114 ST ക്രൗച്ച്, 113 LB റോബർട്ട്സൺ, 113 മക്കലിസ്റ്റർ, 113 കെവൽ, 113 കാൻഡ്, 112 മെഹറസ്, 112 ഖെറസ്, 112 ബെർണാണ്ടോ സിൽവ, 112 സെസ്മൈക്കൽ. ഇത് മറ്റേ സെസ്മൈക്കൽ അല്ല കേട്ടോ. അതിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കാസ്പർ സെസ്മൈക്കലാണ്. മറ്റേ സെസ്മൈക്കളെ വെച്ചാൽ തെറ്റ് വയ്ക്കരുത്. ഇത് വേറെ സെസ്മൈക്കളാണ്. മറ്റേ 113 സെസ്മൈക്കൽ ഐക്കോണിക് കാർഡാണ്. ഇത് ഇപ്പോൾ കളിക്കുന്ന ഡെൻമാർക്കിൽ ഇത് ഡെൻമാർക്കിലൊരു ക്ലബിന് സ്കോട്ടിഷ് പെർമനൻ്റ് ലീഗ് വന്ന് കളിക്കുന്ന പ്ലെയറാണ്. അപ്പം ഇത് ബെസ്റ്റ് റീസെൻ്റ് കാർഡിന് ഇതെല്ലാവർക്കും ഒരു സംശയം ഉണ്ടായില്ല. കാരണം കഴിഞ്ഞ ഇവൻറ്റിൽ, അതായത് 40 ഇയേഴ്സ് ഇവൻറ്റിൽ 112 റീൽസേ വന്നിരുന്നു.
പക്ഷെ അതേപോലെ ഇപ്പോൾ ഈ ഇവൻറ്റ് 115 റീൽസ് വന്നു. അതായത് ആ കഴിഞ്ഞ ഇവൻറ്റ് റീൽസിനെ ഷാർട്സ് കൊടുത്ത് വാങ്ങിയവരും ഒക്കെ നഷ്ടമാണ് എനിക്ക്. കാരണം ഇതിൽ 1000ആണ് വരുന്നത്, കഴിഞ്ഞത് 800. ആ 200 വ്യത്യാസം മാത്രമാണുള്ളത്. അപ്പോൾ കഴിഞ്ഞത് എടുത്തോല് വെറുതെ നഷ്ടമായിട്ടുണ്ട്. പക്ഷേ സാരമില്ല, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചെടുക്കുക. കാരണം ഈ ലാസ്റ്റ് വീക്കിൽ വരുന്ന അധിക പ്ലേയേഴ്സും പിന്നത്തെ ഇവൻറ്റിൽ വരാൻ സാധ്യത ഫസ്റ്റ് വീക്കിൽ തന്നെ അധികവും സാധ്യതയുണ്ട്. അപ്പം റീസ കഴിഞ്ഞത് ലാസ്റ്റ് വീക്കിലാണ് വന്നിരുന്നത്. അപ്പം കുറേ ആൾക്കാർ ഷാർട്സ് കൊടുത്തിരുന്നു. അപ്പം ഇനി എല്ലാ ഷാർട്സ് കൊടുക്കുമ്പോൾ ഇനി ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. എനിക്ക് റീസൺ ഞാൻ ഷാർട്സ് കൊടുത്ത് വാങ്ങിയതല്ല, റീസണാ എനിക്ക് 3K ജംപ് പാക്ക് ഒന്ന് കിട്ടിയതാണ്. പിന്നെ സാബിയലൻസിൻ്റെ കാർഡ് ചെയ്യുന്നുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷം സാബിയലൻസിൻ്റെ ഒരു സൂപ്പർ കാർഡ് വരുന്നുണ്ട്. പിന്നെ കരകാരൻ്റെ കാർഡും കുറേ കാലങ്ങൾക്ക് ശേഷം വരുന്നുണ്ട്. സ്റ്റീവൻ ജെറാർഡ് നമ്മളെ ബെസ്റ്റ് സെൻട്രൽ മിഡ്ഫീൽഡറാണ് ഇപ്പോൾ. സ്റ്റീവൻ ജെറാർഡിൻ്റെ കാർഡ് ഇതിനുണ്ട്. പിന്നെ ഫെർണാണ്ടോ ടോറസിൻ്റെ കാർഡുണ്ട്. ഇതിൽ ചിലവഴിത്ത് സ്റ്റോറിലുള്ള ചില പ്ലേയേഴ്സൊന്നും ഇതിലില്ല കേട്ടോ. സ്റ്റോറിലുള്ളത് ഇതിൽ എല്ലാ പ്ലേയേഴ്സും ഇല്ല. നമുക്ക് സ്റ്റോറിൽ പോയാൽ കാണാം. സ്റ്റോറിലുള്ള ചില പ്ലേയേഴ്സ് ഇതിലില്ല കേട്ടോ. മറ്റേ ഗാലറിയിലില്ല. സ്റ്റോറിൽ നമുക്ക് കാണാം 115 ബാർനസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഗാലറിയിൽ നിന്ന് എടുക്കാണ്ടില്ല, സ്റ്റോറിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ കിട്ടും. പിന്നെ അതുപോലെ അതാണ് ചില പ്ലേയേഴ്സ് വേറെ ഉണ്ട്. സ്റ്റോറിലുള്ളത് 115. പിന്നെ ഫെർണാണ്ടോ ടോറസ് സ്റ്റോറിലും ഇല്ല ഗാലറിയിലും ഇല്ല. ആകെ സിഗ്നേച്ചർ കാർഡ് വരുന്നത്. സിഗ്നേച്ചർ കാർഡ് ഇറങ്ങാണ്ട് ഒരു പുതിയ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ നിങ്ങൾക്ക് സിഗ്നേച്ചർ കാർഡ് കിട്ടണമെങ്കിൽ ആകെ ഫെർണാണ്ടോ ടോറസിൻ്റെ സിഗ്നേച്ചർ കാർഡ് മാത്രമേ വന്നിട്ടുള്ളൂ. ഫെർണാണ്ടോ ടോറസിൻ്റെ അതാണ് 115 സിഗ്നേച്ചർ കാർഡ്. ഇത് ഗാലറിയിലും ഇല്ല സ്റ്റോറിലും ഇല്ല. ഇത് നിങ്ങൾക്ക് സിഗ്നേച്ചർ കാർഡ് FC പോയിൻറ്റ്സ് കൊടുത്താൽ മാത്രം എടുക്കാനുള്ളൂ. ഇത് ഞങ്ങൾക്ക് ആദ്യം ഒരു ഫ്രീ ട്രൈ ഉണ്ടാവും. അതിൽ എനിക്ക് 700 ജമ്പിങ്ങാണ് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഞങ്ങൾ FC പോയിൻറ്റ്സ് കൊടുത്താലേ നിങ്ങൾക്ക് ഇതിലാണ്ടുള്ളൂ. ഈ ഓരോ ഇങ്ങനെ 50 FC പോയിൻറ്റ്സ് ആണ് ഇതിന് ഒരാളുടെ ഇത് വേണ്ടത്. FC പോയിൻറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല. ഇത് FC പോയിൻറ്റ്സ് കൊടുക്കാം. നിങ്ങൾക്ക് സിഗ്നേച്ചറിൻ്റെ ഫെർണാണ്ടോ ടോറസിൻ്റെ കാർഡ് കിട്ടുന്നത് ആണ്. ഒരു ബെസ്റ്റ് കാർഡാണ്. 115 ഓവറിൻ്റെ ബെസ്റ്റ് കാർഡാണ് ഫെർണാണ്ടോ ടോറസിൻ്റെ. കുറേ കാലങ്ങൾക്കാണ് ഫെർണാണ്ടോ ടോറസിൻ്റെ കാർഡ് വരുന്നതും. പിന്നെ അതുപോലെ ഗെറാർഡിൻ്റെ സിഗ്നേച്ചർ കാർഡ് ഉണ്ട്. ഗെറാർഡിൻ്റെ സിഗ്നേച്ചർ കാർഡ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 115 സാബിയലോൺസനെയും വാങ്ങണം, 115 കരാഗാറിനെയും കിട്ടണം, 115 ഗെറാർഡിൻ്റെ മറ്റേ കാർഡും കിട്ടണം, സിഗ്നേച്ചർ അല്ലാത്ത കാർഡും കിട്ടണം. ഇത് മൂന്നും കിട്ടിയാലാണ് നിങ്ങൾക്ക് 115 സിഗ്നേച്ചറിലെ ഗെറാർഡിൻ്റെ കാർഡ് കിട്ടും. അപ്പം ഇത് നിങ്ങൾക്ക് ഒരു 3 ഷാർട്സ് കൊടുത്ത് വാങ്ങണമെങ്കിൽ 3000 ഷാർട്സ് കൊടുത്ത് വാങ്ങേണ്ടി വരും. കാരണം ഓരോരുത്തർക്ക് ഈച്ച് കളറിന് 1000 ഷാർട്സ് വെച്ചാണ്. അപ്പോൾ നിങ്ങൾ 3000 ഷാർട്സ് കൊടുത്ത് പോലെ 3 പേരും വാങ്ങേണ്ടി വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. ഇത് ഇനി ചിലപ്പോൾ ചിലവർക്ക് ലെക്കുണ്ടെങ്കിലും ചിലപ്പോൾ ഇത് ഒരാളൊക്കെ ചിലപ്പോൾ സ്റ്റോറിൽ തന്നെ കിട്ടിയില്ലെങ്കിൽ എന്നാൽ നിങ്ങൾക്ക് ഇത് 3 ആളുകൾ വാങ്ങാൻ ശ്രമിക്കുക. അങ്ങനെ കിട്ടുള്ളൂ. ഡെയിലി 2 or 3 ആളുകൾ കിട്ടിയില്ലെങ്കിൽ ഇത് 3 ആളുകൾ വാങ്ങാൻ ശ്രമിക്കുക. ഷാർട്സ് കൊടുത്ത് എന്നാൽ നിങ്ങൾക്ക് സീരിയസിൻ്റെ കാർഡ് കിട്ടും. വെറുതെ നഷ്ടമാക്കണ്ട. ഇത് ആരും കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. വേണമെങ്കിൽ നിങ്ങൾ ഷാർട്സ് നല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാം. അല്ലെങ്കിൽ വെറുതെ ഇൻസ്റ്റൻ്റ് ഇത് വെറുതെ ഷാർട്സ് പറയണ്ട. പിന്നെ ഈ 115 റീസിനും 114 ക്യൂറ്റിനും 114 ക്രൗച്ചിനും കിട്ടിയാൽ 500 റാങ്ക് പോയിന്റ് കിട്ടും. അപ്പം ഫസ്റ്റ് വീക്കിൽ വന്നത് 54 പ്ലേയേഴ്സാണ്. എനിക്കിതിൽ 115 ബാനസിനെ കിട്ടി. നിങ്ങൾക്ക് ആരെയും കിട്ടിയെന്ന് പറയും. എനിക്ക് 3K ജംപ്സിന് ഫസ്റ്റ് ബാക്ക് ഈവൻറ്റിലെ ഫസ്റ്റ് ബാക്കായിരുന്നു. അതിൽ തന്നെ എനിക്ക് ബാനസിനെ കിട്ടി. പിന്നെ എനിക്ക് അങ്ങനെ ബെസ്റ്റ് പ്ലേയേഴ്സൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് 12 പ്ലേയേഴ്സിന് കിട്ടി. പിന്നെ 111, 109, 110 പിന്നെ ഒരു 110 സെസ് മൈക്കിളിനെ കിട്ടിയിരുന്നു. അത്ര ബെസ്റ്റ് പ്ലേയേഴ്സൊന്നും കിട്ടിയിട്ടില്ല. അപ്പം അതാണ് ഈ ഇവൻ്റ് മെയിനായിട്ട് ഫസ്റ്റ് വീക്ക് വന്നത്. പിന്നെ നമ്മളെ എക്സ്ട്രാ ടൈം ചെറുതായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ട്. എക്സ്ട്രാ ടൈമിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുള്ളൂ. പക്ഷെ 115 എക്സ്ട്രാ ടൈമിൽ വന്നിട്ടില്ല. 115 എക്സ്ട്രാ ടൈമിൽ വന്നിട്ടില്ല. എക്സ്ട്രാ ടൈമിൽ ബാഡ് ജിബിക്ക് മാറി. ബാഡ് ജിബിക്കാണ് മാറിയതാകാം. എനിക്ക് 105 മുതൽ 113 വരെയുള്ളത് 40 US ഇവൻറ്റിൻ്റെ ആയി. 105 മുതൽ 113 വരെയുമായി. ഇത് കണക്കിടുന്നത് നല്ലത് തന്നെയാകും. നിങ്ങൾക്ക് ഈ 111 112 ആവശ്യം കിട്ടിയാൽ ഇത് ലാഭമുള്ളൂ. അല്ലെങ്കിൽ 110 കിട്ടിയത് ലാഭമില്ല.
എനിക്ക് അധികം 110 ആയിരുന്നു കിട്ടിയിരുന്നത്. പക്ഷെ അതുകൊണ്ട് കാര്യം ഞങ്ങൾക്ക് ഇത് കിട്ടേണ്ടത് 111 112 കിട്ടിയാലായിരുന്നു ഞങ്ങൾക്ക് ഉപകാരപ്പെടുള്ളധികം. പിന്നെ ബാക്കിയുള്ളൊക്കെ സാധാ പോലെ തന്നെ മാറിയിട്ടൊന്നുമില്ല. അത് മാറിയത് ബാഡ്ജ് വിൽക്കാറുണ്ട് നെക്സ്റ്റ് ടൈമിൽ. പിന്നെ ഫുട്ബോൾ സെൻറ്റർ വന്നിട്ടുണ്ട്. ഫുട്ബോൾ സെൻറ്ററിൽ ടീം ഓഫ് ദി വീക്ക് വന്നിട്ടുണ്ട്. ടീം ഓഫ് ദി വീക്ക് പുതിയ ടീം ഓഫ് ദി വീക്ക് അതിന് മുമ്പ് കൂടെ റൈസിന് ഫ്രീ കൊടുക്കും. 100 റൈസ് 100 റൈസിന് ഫ്രീ കൊടുക്കും. അതായത് കീ മാച്ചായി വരുന്നത് സൂപ്പർ കീ മാച്ചാണ് ഇത് വരുന്നത്. ആർസണലും ടോട്ടൻഹാമും ബാർസലോണയും അത്ലറ്റിക് ക്ലബും ഫ്രോയിൻ്റെയും ജുവൻഡസും ബൊറൂഷ്യ ഡോർട്ട്മണ്ടും വേറെ ജർമ്മൻ ടീമുമാണ് കളി. അപ്പം സ്റ്റാറ്റുഗർട്ടും ഡോർട്ട്മണ്ടും അല്ലേ, ബാർസലോണ അത്ലറ്റിക് ക്ലബും. ഇപ്പം ഈ നാല് കളികളാണ് ഇതിലെ കീ മാച്ചസ്. പിന്നെ ടീം ഓഫ് ദി വീക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് വേണവർക്ക് എടുക്കാം. ടീം ഓഫ് ദി വീക്ക് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ആവുന്നത് ഗവായോളും ജാവനവാസും ഗസ്റ്റോവും സോർലോത്തും ഒർസ്വാല് ടെറോട്ടും ഇവരൊക്കെയാണ് ബെസ്റ്റ് ആവുന്നത്. പിന്നെ കസമേരോൻ്റെ കാർഡുകളൊക്കെ വരുന്നുണ്ട്. കോൺസ അങ്ങനെ കുറേ പ്ലേയേഴ്സിന് കാർഡ്സ് വരുന്നുണ്ട്. ഇപ്പോൾ പിന്നെ പ്ലെയർ ഓഫ് ദി മന്തിൽ നമ്മൾ കഴിഞ്ഞ വീക്കിലാണ് മാറിയത് തോന്നുന്നുണ്ട്. പ്ലെയർ ഓഫ് ദി മന്ത് ഇപ്പോൾ 109 ഗ്രീൻവുഡ് വന്നിട്ടുണ്ട്. 110 CM ജംബോ അൻഡുഷ്ത വന്നിട്ടുണ്ട്. 109 ബുർഗട്ട്, 110 എംബൂയും, 110 എംബാപ്പെ. ബെസ്റ്റ് എംബാപ്പെ ഒരു സൂപ്പർ പ്ലെയർ മന്ത് കാർഡാണ്. വേണവർക്ക് എടുക്കാം. നല്ലൊരു കാർഡാണിത്. നല്ല ഇതൊക്കെ ഉള്ള കാർഡാണ്. വേണവർക്ക് എടുക്കാം. നമുക്ക് ഇത് എക്സ്ചേഞ്ച് കൊടുക്കേണ്ടത് എക്സ്ചേഞ്ച് 110 2 പ്ലെയറിന് കൊടുക്കണം, 109 2 പ്ലെയറിന് കൊടുക്കണം, 108 5 പ്ലെയറിന് കൊടുക്കണം, 102 2 ടീം ഓഫ് ദി വീക്ക് പ്ലെയറിന് കൊടുക്കണം, 107 3 ടീം ഓഫ് ദി വീക്ക് പ്ലെയറിന് കൊടുക്കണം. ഇത് കൊടുത്താൽ നമുക്ക് എംബാപ്പിന് വാങ്ങാം. ഇത് സൂപ്പർ എംബാപ്പിൻ്റെ കാർഡ്, സൂപ്പർ കാർഡാണ് എംബാപ്പിൻ്റെ. ഞാനവർക്ക് വാങ്ങാം. അപ്പം അതാണ് ആ വീക്കിൽ മെയിനായിട്ടുള്ളത്. എനിക്ക് ഈ വീക്കിൽ കിട്ടിയത് ബാർണസിനായിരുന്നു. സൂപ്പർ കാർഡാണ് ബാർണസിൻ്റെ. ഇതാണ് ബാർണസിനാണ്. 195 പേസ്, 151 ഷൂട്ടിങ്, 152 പാസിങ്, 199 ഡ്രിബ്ലിങ്, 63 ഡിഫൻഡിങ്, 121 ഫിസിക്കൽ. ഇത് നോക്കിയ ഫേസും ഡ്രിബ്ലിങ്ങും കണ്ടാൽ നല്ലൊരു സൂപ്പർ കാർഡാണ്. ലെഫ്റ്റ് വിങ്ങും ലെഫ്റ്റ് മിഡും നിൽക്കും. ഒരു ഓവർ പോലും കുറയാതെ ലെഫ്റ്റ് മിഡിൽ നിൽക്കും. എനിക്ക് ഇതിൽ ഒരു ഫാക്റ്റ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ ബാർണസിനെ കിട്ടി. ഈ ബാർണസിനെ എനിക്ക് ബാർണസിനെ കിട്ടിയിട്ട് ഈ ബാർണസിന് 40 റാങ്കപ്പ് വരും. പക്ഷെ എനിക്കൊരു റാങ്കപ്പ് പോയിന്റ് പോലും കൊടുത്തു. എനിക്ക് ഫ്രീ ആയിട്ട് 5 പ്രാവശ്യം റാങ്കപ്പ് ചെയ്യാൻ പറ്റി. ഇങ്ങനെ ചിലർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമോ നോക്കൂ. ഫ്രീ ആയിട്ട് ഇവിടെ റാങ്കപ്പ് 5 പ്രാവശ്യം ചെയ്യാൻ പറ്റിയത്. ഞാൻ ഒരു റാങ്കപ്പ് ടോക്കൺ പോലും കൊടുത്തിട്ടില്ല. ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതാണ് ഈ ഇവരിൽ ഇതാണ് എനിക്ക് കിട്ടിയ ബെസ്റ്റ്. വളരെ എനിക്ക് റാങ്കപ്പ് ഒരു ടോക്കൺ പോലും കൊടുക്കാതെ കൂടി. ഞാൻ ഒന്നും കൂടി പറയുകയാണെങ്കിൽ ഇതിക്ക് ഫ്രീ ആയിട്ട് ഈ 5 റാങ്കപ്പ് കൂടി. ഈ കുറേ ആൾക്കാരുടെ ഞാൻ കൂടിയിട്ടുണ്ടാക്കും. ഫ്രീ ആയിട്ട് 5 എണ്ണം കൂടി, ഒരൊറ്റ റാങ്കപ്പ് പോലും കൂടി ഫ്രീ ആയിട്ട് കൂടി. ഇത് നല്ലൊരു കാർഡാണ് ബാർണസിൻ്റെ. പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ റീസ്, ഇത് എനിക്ക് കഴിഞ്ഞ ഈവനിൽ 3K ജംപിൽ കിട്ടിയത് ഞാൻ കൊടുത്ത് വാങ്ങിയതല്ല. ഇത് കഴിഞ്ഞ ഷാർട്സ് എടുത്ത് വാങ്ങിയവർക്കൊക്കെ നഷ്ടമാണ്. 115 റീസ് ചെയ്യുമ്പോൾ 1000 ഷാർട്സ് 115 മറ്റേ 800 ഡിഫറൻസ് ഉള്ളൂ. അപ്പം അതിനി എല്ലാ കഴിഞ്ഞ വർഷത്തേക്കൊക്കെ നഷ്ടമാണ്. ശരി സാധ്യത നിങ്ങൾ ആ ലാസ്റ്റ് വീക്ക് വരുന്ന അധികവും ഇന്നത്തെ ഇവൻ്റെ ഫസ്റ്റ് വീക്ക് വരാൻ സാധ്യത. നിങ്ങൾ അതൊന്ന് ഓർക്കുക, ഇങ്ങോട്ട് നിങ്ങൾ എടുക്കുക, അത് ശ്രദ്ധിക്കണം. അതുതന്നെയാണ് എനിക്ക് അവരെ മാത്രം മെയിനായിട്ട് സൂപ്പറായി കിട്ടിയിട്ടുള്ളൂ. പിന്നെ എനിക്ക് 112 ഗോൾ കീപ്പർ സ്പെഷ്യലുകൾ കിട്ടിയിരുന്നു. ഞാൻ അതിന് ഇത് ചെയ്തു, റിമൂവ് ചെയ്തു. കുഴപ്പമില്ലാത്ത ഇതന്നെ കാർഡാണ്. ബാർണസിൻ്റെ സൂപ്പർ കാർഡ് തന്നെയാണ്. 120 ആയിട്ടുണ്ട്. 115 കാർഡ് 120 ആയിട്ടുണ്ട്. അപ്പം അതുതന്നെയാണ് മെയിനായിട്ട് ഈ വീഡിയോ പറയാനുള്ളത്. പിന്നെ യുഎഫ പ്രൈം ടൈം ഇതുവരെ ഇനിയും വോട്ട് ചെയ്യാത്തവർ വേഗം പോയി വോട്ട് ചെയ്യണം. വെച്ചാൽ ആകെ ഇന്നും കൂടിയുള്ള ദിവസം നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള രീതിയിൽ ആരെങ്കിലും 3 ആളുകൾ വേഗം ചൂസ് ചെയ്യണം. ഇന്നും കൂടിയുള്ള ദിവസം ഞാൻ ഒന്നുകൂടി ഓർമ്മക്കാണ്. നിങ്ങൾക്ക് ഇതിങ്ങനെ 10 പോയിന്റ് ഇങ്ങനെ കിട്ടുന്ന സ്ഥിതി കൂടും ചെയ്യും. ഇത് ഞാൻ ശരിക്കും നിങ്ങൾക്കറിയാമല്ലോ. അതെല്ലാവരും ഇപ്പോൾ ആദ്യം പറഞ്ഞാൽ വേഗം പോയി ഇത് വോട്ട് ചെയ്യുക. ചേഞ്ച് ചെയ്യുക, വേഗം ചെയ്യണം. ഇന്നും കൂടിയുള്ളൂ. ഇനി ഇത് വരുന്നത് ഇപ്പോൾ കാണിച്ചിരുന്നത് ഞായറാഴ്ച
ഇപ്പോൾ കാണിച്ച 16 മണിക്കൂറും കൂടി ഇനി ബാക്കിയുള്ളത്. അത് ഇപ്പോൾ ഞാൻ ഈ ഞായറാഴ്ച ഉള്ളിൽ 2 മണിയാണ്. ഈ 16 മണിക്കൂറും കൂടി ഉള്ളതെന്നാണ് ഈ കാണിക്കുന്നത്. അപ്പം അതിന് മുമ്പിൽ എല്ലാവരും വേണം ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് ഇതിൽ ആരും വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ പോയിന്റ് കിട്ടുള്ളൂ. നിങ്ങൾക്ക് പോയിന്റ് തീരെ ഉണ്ടാക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ആരും വാങ്ങാനും പറ്റില്ല. അപ്പോൾ എല്ലാവരും വേഗം പോയി വോട്ട് ചെയ്യുക. എല്ലാവരും വേഗം പോയി വോട്ട് ചെയ്യുക. ഇതിൻ്റെ റൂൾസൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തരുന്ന റൂൾസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.